ഒരു കരാറിൽ നിന്ന് പിന്മാറുന്നതിന് മുന്നോട്ട് വെക്കാൻ കഴിയുന്ന കാര്യമായ യാതൊരുവിധ ന്യായവുമില്ലാതെയാണ് ഈ കരാറിൽ നിന്ന് അവർ പിന്മാറുകയും മുജാഹിദുകൾ കരാറ് കൃത്യമായി പാലിച്ചില്ല എന്ന പരാതി നാടൊട്ടുക്ക് പറയുകയും ചെയ്യാം. നിങ്ങൾ നോക്കൂ, ഇതൊരു അനൗദ്യോഗിക സംവാദമായിരുന്നു. ഇരുപക്ഷത്തിൻ്റെയും സംഘടനാ തലത്തിൽ നേതൃത്വത്തിൻ്റെ അനുമതിയോടുകൂടി അവരുടെ നേതൃത്വത്തിൽ നടക്കുന്നൊരു സംവാദമായിരുന്നില്ല, മറിച്ച് അനൗദ്യോഗികമായൊരു സംവാദമായിരുന്നു. ആ സംവാദത്തിൽ ഇരുപക്ഷത്തു നിന്നും പങ്കെടുത്ത ആളുകൾ രൂപീകരിച്ച സമിതിയാണ്, സംവാദത്തിൻ്റെ സംഘാടക സമിതിയാണ് ഇതിൻ്റെ ഒഫീഷ്യൽ വക്താക്കൾ. അങ്ങനെ മുജാഹിദ് പക്ഷത്തിൻ്റെ സംഘാടക സമിതി എന്ത് കരാർ ലംഘനമാണ് നടത്തിയിട്ടുള്ളത്? ഏതോ പ്രവർത്തകന്മാർ സോഷ്യൽ മീഡിയയിൽ അവരുടെ വ്യക്തിപരമായ ക്രിയേഷനിൽ അവരുണ്ടാക്കിയ പോസ്റ്റുകൾ അവരുടെ സ്വന്തം സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്ലാറ്റ്ഫോമുകളിലൂടെ അവർ പ്രചരിപ്പിച്ചു എന്നതിന് എങ്ങനെയാണ് ഈ സംവാദത്തിൻ്റെ ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ടുള്ള സംഘാടക സമിതി ഉത്തരം പറയേണ്ടി വരാം? അപ്പോൾ ന്യായമല്ലാത്ത കാര്യമാണ്, ന്യായമല്ലാത്ത കാര്യമാണ് ഈ സംവാദത്തിൽ നിന്ന് സമസ്തയുടെ ആളുകൾ മാറി നിന്നത്. ഇനി ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവിടെ സജീവമായി വിശദീകരിക്കപ്പെടേണ്ടതുണ്ട്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഈ സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഈ സംവാദത്തിൽ മുജാഹിദ് പക്ഷത്ത് നിന്നുള്ള സാധാരണ ഒരു യൂണിറ്റിലെ ഒരു ശാഖയിലെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകന്മാർ അവർ നടത്തിയ ദഅവത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, തൗഹീദിൻ്റെ സന്ദേശ പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിൽ ഇടപെട്ടുകൊണ്ട് മുസ്ലിയാക്കന്മാരും അതുപോലെ തന്നെ സമസ്തയുടെ പ്രവർത്തകന്മാരും ഒക്കെയുള്ള ആയിട്ടുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ടാണ് ഈ സംവാദത്തിൻ്റെ ഒരു പരിസരം ഉണ്ടാകുന്നത്. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കും, മുജാഹിദ് പക്ഷത്ത് നിന്ന് ഈ സംവാദത്തിൻ്റെ 1-ാം തീയതി മുതൽ സംസാരിച്ചത് ഈ പ്രസ്ഥാനത്തിൻ്റെ സാധാരണ പ്രവർത്തകന്മാരാണ്, പണ്ഡിതന്മാരല്ല, അതല്ലെങ്കിൽ ഈ വൈജ്ഞാനിക മേഖലയിൽ എന്തെങ്കിലും ഗവേഷണാത്മകമായ ഒരു ഇടപെടൽ നടത്തുന്ന ആളുകളല്ല, സാധാരണക്കാരായ പ്രവർത്തകന്മാരാണ്. ആ പ്രവർത്തകന്മാർ സുന്നി മുസ്ലിയാക്കന്മാരോടാണ്, AP വിഭാഗത്തിൽപ്പെട്ട സുന്നി മുസ്ലിയാക്കന്മാരോടാണ് സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാർ എഴുതിയത് എന്നത് നമ്മൾ ആലോചിക്കണം. അവിടെ സുന്നി വിഭാഗത്തിൻ്റെ 4 പണ്ഡിതന്മാരാണ് AP വിഭാഗത്തിൻ്റെ പങ്കെടുത്തത്. അഹ്സനിമാരും നിസാമിമാരും മുസ്ലിയാക്കന്മാരുമായിട്ടുള്ള 4 പേരാണ്. ഇൻഷാ അല്ലാഹ് അതിനെ പറ്റിയിട്ടുള്ള വിശദീകരണം ഈ സംഭാഷണ മധ്യേ ഉണ്ടാകും. ഞാൻ പറയുന്നത്, ഒരു പക്ഷത്ത് AP വിഭാഗത്തിൻ്റെ സമസ്തയുടെ AP വിഭാഗത്തിൻ്റെ 4 പണ്ഡിതന്മാർ പങ്കെടുക്കുന്നു, അപ്പുറത്ത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ 4 സാധാരണ പ്രവർത്തകന്മാർ പങ്കെടുക്കുന്നു. എന്നിട്ട് അവർ 2 കൂട്ടരൊരു കരാർ എഴുതി. ആ കരാർ സംവാദത്തിനൊരു വിഷയം എഴുതി. ആ വിഷയമാണ് അത്ഭുതകരമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവിടെ മുജാഹിദ് പ്രവർത്തകന്മാരെഴുതിയത്, മുജാഹിദ് പ്രവർത്തകന്മാർ അവരുടെ വാദമായി ആദർശമായി അവരെഴുതിയത്, മരണപ്പെട്ടു പോയിട്ടുള്ള മഹാത്മാക്കളോട്, മരണപ്പെട്ടു പോയിട്ടുള്ള വ്യക്തികളോട് അവരോട് ഇസ്തിഗാസ ചെയ്യുന്നത്, അല്ലാഹു അല്ലാത്തവരോട് ഇസ്തിഗാസ ചെയ്താൽ ശിർക്കാകുന്ന ഇസ്തിഗാസയാണ്, അതുകൊണ്ട് മരണപ്പെട്ട ആളുകളോടുള്ള ഇസ്തിഗാസ ശിർക്കാണ് എന്ന് മുജാഹിദ് പ്രവർത്തകന്മാർ അവിടെ എഴുതി. മറുപക്ഷത്ത് നിന്ന് പങ്കെടുത്ത 4 പണ്ഡിതന്മാർ എഴുതിയത് എന്താണെന്നറിയോ? മരണപ്പെട്ടു പോയിട്ടുള്ള അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായിട്ടുള്ള ആളുകൾ, ആ ആളുകളോട് ഇസ്തിഗാസ ചെയ്യുക എന്നത് അനുവദനീയമായിട്ടുള്ള കാര്യമാണ്, അത് ഇമാമിങ്ങളെല്ലാം അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് എന്ന രൂപത്തിലാണ്, ആശയാണ് ഞാൻ പറയുന്നത്, ആ രൂപത്തിലാണ് അവർ കരാർ എഴുതിയത്. ഒരു പക്ഷം എഴുതിയത് അള്ളാഹുവിനോട് മാത്രമാണ് സഹായം തേടാവൂ, അള്ളാഹുവല്ലാത്ത ഒരാളോടും ഗൈബിയായ മാർക്കറ്റിൽ സഹായം തേടാൻ പാടില്ല,
അത് ശിർക്കാണ് എന്ന് ഒരു പക്ഷം എഴുതുമ്പോൾ മറുപക്ഷം എഴുതുന്നത് എന്താണ്? അവരെഴുതുന്നത് അല്ലാഹു അല്ലാത്ത ആളുകളോട്, മരണപ്പെട്ടിട്ടുള്ള മഹാത്മാക്കളോട്, മരണപ്പെട്ടു പോയിട്ടുള്ള മനുഷ്യരോട്, ഖബറാളികളോട് സഹായം തേടാം, അത് അനുവദനീയമാണ്, അത് പാരമ്പര്യമാണ് എന്ന നിലയ്ക്ക് ഒരു കരാർ എഴുതുകയാണ് മറുപക്ഷത്ത് നിന്നുള്ള പണ്ഡിതന്മാർ ചെയ്തത്. എന്താണ് ഇത് മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്? മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നം എന്താണ്? ഇവിടെ പുരോഹിതന്മാർ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. പുരോഹിതന്മാർ നിരന്തരമായി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ വന്ന് അവർ നിരന്തരം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാത്മാക്കളോട്, മരണപ്പെട്ടവരോട്, ഖബറാളികളോട് അവരോട് സഹായം തേടാം, അവരോട് നമ്മുടെ ആവശ്യങ്ങളും വേവലാതികളും ആവലാതികളും അള്ളാഹുവിന് പുറമെ ആ ആളുകളോട് സമർപ്പിക്കാമെന്ന ആശയം ഈ സൊസൈറ്റിയിൽ അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിനെ ചെറുക്കുന്നത് 4 സാധാരണ മുജാഹിദ് പ്രവർത്തകന്മാരാണ്. തൗഹീദിന്റെ ആശയമാണ് ആ മുജാഹിദ് പ്രവർത്തകന്മാർ അവരുടെ ആദർശമായി, ആശയമായി സംവദിക്കാൻ അവർ മുന്നോട്ട് വെക്കുന്ന ആശയമായിട്ട് അവർ സമർപ്പിച്ചത്. അത് നോക്കൂ, ഈ ഉമ്മത്തിന്റെ അവസ്ഥ. സാധാരണക്കാരായ 4 മുജാഹിദ് പ്രവർത്തകന്മാർ പ്രഖ്യാപിച്ചു, ഈ മുസ്ലിയാക്കന്മാരുടെ മുമ്പിൽ നിന്നിട്ട് പ്രഖ്യാപിച്ചു, അള്ളാഹുവിനോട് മാത്രമാണ് തങ്ങളുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആവലാദികളും ആവശ്യങ്ങളും വേവലാദികളും സമർപ്പിക്കാൻ പാടുള്ളൂ എന്ന് 4 സാധാരണ മുജാഹിദ് പ്രവർത്തകന്മാർ അവിടെ ആശയമായി എഴുതിയപ്പോൾ, അല്ല, അതൊക്കെ ഖബറാളികളോട് പറ്റും, അതൊക്കെ മരണപ്പെട്ടവരോട് പറ്റും, അതൊക്കെ ഈ രാജ്യത്ത് പിന്നെ ജാറങ്ങളിൽ കിടക്കുന്ന മഹാത്മാക്കൾ എന്ന് വിളിക്കുന്നവരും വിളിക്കപ്പെടുന്നവരും ആണോ അല്ലേ എന്ന് തിരിയാത്തവരുമായിട്ടുള്ള ആരോടും പറ്റുമെന്ന ആശയം ഇവിടെ പണ്ഡിതന്മാരെന്ന് പറയുന്ന ഈ ആളുകൾ പ്രചരിപ്പിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. നിനക്ക് ഉപദ്രവം ചെയ്യാത്ത, നിനക്ക് ഉപകാരം ചെയ്യാത്ത പടച്ചവന് പുറമെയുള്ള ഒരാളെയും നീ വിളിച്ച് തേടരുത്. ഖുർആൻ പറയാ, അല്ലാഹുവിന് പുറമെ ഒരാളെയും നീ വിളിച്ച് തേടരുത്. ഫഇൻ ഫഅൽത ഫഇന്നക ഇദം മിനൽ ളാലിമീൻ. നീ അപ്രകാരം ചെയ്യുകയാണെങ്കിൽ, നീ അപ്രകാരം പ്രവർത്തിക്കുകയാണെങ്കിൽ നീ ളാലിമീങ്ങളുടെ കൂട്ടത്തിലായി പോകും, അക്രമികളുടെ വഴികെട്ടവരുടെ കൂട്ടത്തിലായി പോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് യൂനുസിന്റെ 106-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിന് പുറമെ ഒരാളെ വിളിച്ച് തേടിയാൽ നീ വഴികെട്ടവനായി പോകുമെന്ന് ഖുർആൻ പറയുമ്പോൾ ആ ആശയമാണ് മുജാഹിദുകളിലെ സാധാരണക്കാരായ ആളുകൾ കരാറെഴുതിയത് എന്നത് ഈ കേരളം ഒന്ന് ഓർക്കേണ്ടതാണ്, ഈ മലയാളി സമൂഹം ഒന്ന് ഓർക്കേണ്ടതാണ്. ആരാണ് ലൊലാലത്തിൽ, ആരാണ് ഹക്കിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണക്കാരായ പ്രവർത്തകന്മാർ എഴുതി, അതെ, അള്ളാഹു പറഞ്ഞതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിന് പുറമെ ഒരാളെ വിളിച്ച് തേടിയാൽ, ഒരാളോട് സഹായം ആവശ്യപ്പെട്ടാൽ അവൻ വഴി പഴച്ചവനാണ് എന്നത് അവർ കൃത്യമായി എഴുതിയപ്പോൾ ഈ ഉമ്മത്തിനെ നയിക്കുന്ന AP വിഭാഗം സമസ്തയിലെ മുസ്ലിയാക്കന്മാർ എഴുതിയത് എന്താ? ഈ ഉമ്മത്തിലെ വലിയൊരു വിഭാഗത്തിന് നയിക്കുന്നവരാണല്ലോ. അവരെഴുതിയത് ഖുർആൻ പറഞ്ഞതിന് വിരുദ്ധമായി ആകാം, മരണപ്പെട്ടവരോടുള്ള സഹായത്തേട്ടം ആകാം എന്ന് അവർ ഇതാ പറയുകയും എഴുതുകയും ചെയ്തു. ഇനി ഈ സംവാദം നടന്നില്ല. സംവാദം നടന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്താ സംഭവിക്കാറ്? സംവാദം നടന്നാൽ എന്താ സംഭവിക്കാറ്? കേരളത്തിൽ ഇന്ന് വരെ നടന്ന സംവാദങ്ങളിലൊക്കെ എന്താണ് സംഭവിച്ചത്? വിശുദ്ധ ഖുർആൻ സൂറത്ത് മുഅ്മിനൂന്റെ 117-ാമത്തെ ആയത്തിൽ അള്ളാഹുവിന് പുറമെ മഹാത്മാക്കളെ വിളിച്ച് തേടുന്ന ആളുകൾ, മരണപ്പെട്ടവരെ വിളിച്ച് തേടുന്ന ആളുകൾ, അതുപോലെ മറ്റ് ഇലാഹുകളെയും മറ്റ് അന്താദുകളെയും ഒക്കെ വിളിച്ച് തേടുന്ന ആളുകളെ ഒക്കെ ചേർത്തുകൊണ്ട് അള്ളാഹു പറഞ്ഞു, വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ. അള്ളാഹുവിന് പുറമെ ഒരു ഇലാഹിനെ വിളിച്ച് തേടുന്നവൻ, അവന്റെ അവസ്ഥ എന്താണ്? ലാ ബുർഹാന ലഹു ബിഹി. അതിന് അവന് തെളിവില്ല, അതിനവനൊരു ബുർഹാനുമില്ല. ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബിഹി.
അവന്റെ ഹിസാബ് അല്ലാഹുവിന്റെ അരികിലാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, തീർച്ചയായിട്ടും സത്യനിഷേധികൾ വിജയിക്കാൻ പോകുന്നില്ല. ഖുർആൻ പറഞ്ഞത് എന്താ? പടച്ചവന് പുറമേ തേട്ടം മറ്റുള്ളവരിലേക്ക് തിരിച്ചുവിടുന്നവർ, അള്ളാഹുവിന് പുറമെ ഔലിയാക്കളിലേക്കും അമ്പിയാക്കന്മാരിലേക്കും ഖബറാളികളിലേക്കും ജിന്നുകളിലേക്കും മലക്കുകളിലേക്കും ഒക്കെ തേട്ടത്തെ സഹായ ചോദ്യത്തെ തിരിച്ചുവിടുന്ന ആളുകൾ, ആ ആളുകളെ പറ്റി അല്ലാഹു പറയാ ലാ ബുർഹാന ലഹു ബിഹി, അതിന് അവന് ബുർഹാനില്ല, അതിന് അവന് തെളിവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുമ്പോൾ ഈ ആളുകൾ സംവാദത്തിന് വരുന്നത് എന്തിനാ? അതിന് ബുർഹാൻ ചമക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, അതിന് തെളിവ് പറയാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ നിഷ്കളങ്കമായ ഒരു തെളിവ് അവതരിപ്പിക്കാൻ കേരളത്തിൽ ഇന്ന് വരെ ഈ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല. പഴയ കാലത്ത് വസ്അൽ മൻ അർസൽന എന്ന ആയത്തോതിയിട്ട് കേരളത്തിലെ മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ ശിർക്ക് പ്രചരിപ്പിക്കാൻ വിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് കൊട്ടപ്പുറം മുതൽ ജനകീയമായ ഈ ദുർവ്യാഖ്യാന സംവാദത്തിന്റെ ആളുകൾ പിന്നീട് ഏത് തലമുറകളിൽ നിങ്ങൾ എടുത്തു നോക്കിയാലും ഖുർആന്റെ ആയത്ത് അല്ലാഹ് അവതരിപ്പിച്ച പശ്ചാത്തലത്തിന് വിരുദ്ധമായി, അള്ളാഹു പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമായി, സലഫുകൾ ഗ്രഹിച്ച ആശയത്തിന് വിരുദ്ധമായി, തഫ്സീറുകൾ രേഖപ്പെടുത്തിയ ആശയത്തിന് വിരുദ്ധമായി ആരൊക്കെയോ പറഞ്ഞ ദുർവ്യാഖ്യാനങ്ങൾ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് ഇവർ സ്ഥാപിക്കുന്നത് എന്താണ്? അല്ലാഹ് പറഞ്ഞ കാര്യം ലാ ബുർഹാന ലഹു ബിഹി എന്ന്, ഇവർക്ക് തെളിവില്ല എന്ന് അല്ലാഹ് പറഞ്ഞ കാര്യം ഇവർ സമർത്ഥിക്കാൻ ശ്രമിക്കുകയാണ്. തെളിവില്ലാതെ വരുമ്പോ ദുർവ്യാഖ്യാനിച്ച് കള്ള തെളിവുകൾ കൊണ്ടുവന്ന് സംവാദവേദികളിൽ ഇവർ ഇതാ അല്ലാഹു അല്ലാത്തവരോടുള്ള സഹായത്തേട്ടം, അല്ലാഹു അല്ലാത്തവരോടുള്ള ഇസ്തിഗാസ, അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, അല്ലാഹു അല്ലാത്തവരോടുള്ള ദുആ എല്ലാം ഇവരെന്ത് ചെയ്യുന്നു? ഇവർ അതിന് തെളിവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? അതുകൊണ്ട് സംഭവിക്കുന്നത് ഈ കേരളത്തിലെ പാമരന്മാരായിട്ടുള്ള മുസ്ലിമീങ്ങൾ അവരുടെ അഖീദ പഴച്ചു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹുവ അൻ ദുആഇഹിം ഗാഫിലൂൻ. വിശുദ്ധ ഖുർആൻ പറയാണ് വമൻ അളല്ലു, ഏറ്റവും വഴികെട്ടവൻ ആരുണ്ട്? ഖുർആന്റെ ചോദ്യമാണ്. ഏറ്റവും വഴികെട്ടവൻ, വഴിപിഴച്ചവൻ, ഏറ്റവും ദുഷിച്ചവൻ, ഏറ്റവും നാശമടഞ്ഞവൻ ആരുണ്ട്? മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, പടച്ചവന് പുറമെയുള്ള ആളുകളോട് സഹായം തേടുന്ന, പ്രാർത്ഥിക്കുന്ന, അവരോട് തേടുന്ന ആളുകളെക്കാൾ വഴികെട്ടവൻ ആരുണ്ട് എന്നുള്ള ചോദിക്കുക. ഏറ്റവും വഴിപിഴച്ചവൻ ആരാ? നമുക്കറിയാം, തെരുവോരങ്ങളിൽ നമ്മൾ നടക്കുമ്പോൾ മദ്യപിച്ചിട്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് തനിക്ക് ബോധമില്ലാതെ റോഡ് സൈഡിൽ നമ്മൾ കാണും കാനകൾക്കും ഓടകൾക്കും അരികെ തളർന്ന് വീണ് കിടക്കുന്ന മദ്യപന്മാരായിട്ടുള്ള ആളുകൾ. മുഷിഞ്ഞു നാറിയ വസ്ത്രം, ആ വസ്ത്രത്തിൽ ഛർദിച്ചിട്ടിട്ടുണ്ടാകും. ആ ഛർദിച്ചത് നായ വന്ന് നക്കുന്ന കാഴ്ച ഒരു മനുഷ്യനെ നമ്മൾ ചിത്രം കാണും. അവനെ നോക്കിയിട്ടല്ല ഖുർആൻ പറഞ്ഞത് വമൻ അളല്ലു, ഏറ്റവും വഴികെട്ടവൻ ആരുണ്ട് എന്ന് അല്ലാഹ് പറഞ്ഞത് അവനെ നോക്കിയിട്ടല്ല. ചാരങ്ങളിൽ മൂടി പുതച്ച് അലങ്കരിച്ചു വെച്ച മഹാത്മാക്കളുടെ ഖബറുകൾ എന്ന് പറയുന്ന അവിടെ പോയി മരണപ്പെട്ട ആളുകളെ വിളിച്ച് തേടുന്നവനെ നോക്കിയിട്ടാണ് ഖുർആൻ പറഞ്ഞത് വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്. പടച്ചവന് പുറമെ ആളുകളോട് തേടുന്നവർ, അവനേക്കാൾ വഴികെട്ടവൻ ആരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല ചോദിക്കുന്നത് അവിടെയാണ് നമുക്ക് കാണുന്നത്. അതിലേക്കാണ് ഈ സമുദായത്തെ കൊണ്ടുപോകുന്നത്. നോക്കൂ, മുജാഹിദുകളുടെ സാധാരണക്കാരായ പ്രവർത്തകന്മാർ ഈ സമസ്തയുടെ മുസ്ലിയാക്കന്മാരുടെ നേർക്ക് എഴുന്നേറ്റ് നിന്ന് അവർ കരാർ എഴുതി, അവർ സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതി, അവരുടെ ആശയം എഴുതി, അവരുടെ ആദർശം എഴുതി. എന്താ ആദർശം? പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. അതാണ് മരണപ്പെട്ടു പോയവരോട് ഇസ്തിഗാസ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് ആത്മാഭിമാനത്തോടു കൂടി അവരെഴുതിയപ്പോ ഈ മുസ്ലിയാക്കന്മാർ എഴുതിയത് അല്ല, ചെയ്യാം, മരണപ്പെട്ടു പോയവരോടൊക്കെ സഹായം തേടാം എന്ന് എഴുതേണ്ട ഗതികേട് ഇവർക്ക് വന്നു.
ഇതാണ് ഈ വിഭാഗം കേരളത്തിൽ സമൂഹത്തിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതാണ് എന്നിട്ട് അതിന്റെ പിന്നിൽ പാമരന്മാരായ ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോ ദുആ ഏത് ഇസ്തിഹാസ ഏത് എന്ന് ചർച്ചയാണ് മുസ്ലിയാക്കന്മാർ നടത്താറ്. നിങ്ങൾ ആലോചിച്ചു നോക്കണം, അത് ദുആയല്ല, അത് ഇസ്തിഹാസയാണ്, അത് ഇസ്തിഹാസയല്ല, അത് ദുആയാണ് എന്ന് പറഞ്ഞ് ഇസ്തിഹാസ ദുആ രണ്ടും പരസ്പരം ബന്ധമില്ലാത്ത എന്തോ ആണ് എന്ന് തെറ്റിദ്ധാരണ പരത്തിയിട്ട് ആളുകളോട് ഇസ്തിഹാസ ചെയ്തോ. എന്താ അവർ ഇസ്തിഹാസ ചെയ്യുന്നത്? എന്താണ് അവർ ഇസ്തിഹാസ ചെയ്യുന്നത്? അവർക്ക് രോഗം വന്നാൽ രോഗം മാറാൻ ഇസ്തിഹാസ ചെയ്തോളൂ. അത് തന്നെയല്ലേ പ്രവാചകന്മാർ അവർക്ക് രോഗം വന്നപ്പോ അയ്യൂബ് നബി അള്ളാഹുവിനെ വിളിച്ചു. ഈ രാജ്യത്തെ സമസ്തക്കാരായ ആളുകൾ അവരെന്ത് ചെയ്യുന്നു? അവർ ഖബറാളികളെ വിളിക്കുന്നു, അവർ മരണപ്പെട്ടു പോയവരെ വിളിക്കുന്നു. അവർ ഇതാ തങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം തേടി ഈ മഹാത്മാക്കളുടെ ഖബറിടങ്ങളിലേക്ക് ചെല്ലുന്നു. നബിമാരോ അള്ളാഹുവിനെ വിളിക്കുന്നു. ഈ സമസ്തയുടെ ആളുകൾ എന്ത് ചെയ്യുന്നു? മരണപ്പെട്ടവരെ വിളിക്കുന്നു. എന്നിട്ടും സമസ്തയുടെ ആളുകൾ ഇസ്തിഹാസയാണ് ചെയ്തത്, അമ്പിയാക്കന്മാർ ദുആയാണ് ചെയ്തത് എന്ന് വേർതിരിച്ചു കൊടുക്കാൻ മുസ്ലിയാക്കന്മാരിരിക്കുന്നു. നോക്കൂ, ആ തേട്ടം എന്താണ്? എന്റെ അസുഖം മാറ്റണേ എന്ന തേട്ടം. ആ തേട്ടം അമ്പിയാക്കന്മാര് ദുആയായി ചെയ്യുമ്പോഴും നിങ്ങൾ ഇസ്തിഹാസയായിട്ട് ചെയ്യുമ്പോഴും എന്ത് വ്യത്യാസമാണുള്ളത്? രണ്ടും ഒന്ന് തന്നെ. ഇന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകളോട് തങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾ പറയുന്ന ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് മരണപ്പെട്ടു പോയവരോട് ഇസ്തിഹാസ ചെയ്യുന്നത്. ആ കാര്യങ്ങൾ മുഴുവൻ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അള്ളാഹുവിനോടാണ് ചോദിച്ചത് എന്നത് വിശുദ്ധ ഖുർആൻ പഠിച്ച ഒരാൾക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, രോഗം വന്നപ്പോ അയ്യൂബ് നബി ആരോടാ തേടിയത്? അള്ളാഹുവിനോട്. ഇതാ വിപത്ത് വന്നപ്പോ യൂനുസ് നബി ആരോടാ തേടിയത്? അള്ളാഹുവിനോട്. അക്രമികളായ ജനതയിൽ നിന്ന് രക്ഷപ്പെടാൻ നൂഹ് നബി ആരോടാ തേടിയത്? നൂഹ് നബി അള്ളാഹുവിനോട്. സമസ്തക്കാരൻ ആരോടാ തേടുന്നത്? ഔലിയാക്കന്മാരോട്, ഖബറാളികളോട്, മരണപ്പെട്ടവരോട് തേടിക്കൊണ്ടിരിക്കുക. സന്താനത്തിന് വേണം. സക്കരിയ നബി ആരോടാ തേടിയത്? ഖുർആൻ പഠിപ്പിക്കുന്നു അള്ളാഹുവിനോട്, സമസ്തക്കാര് പഠിപ്പിക്കുന്നു മരണപ്പെട്ടവരോട്. ഈ അവസ്ഥയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുപോവുകയും അവരെ വഴിപഴപ്പിക്കുകയും വമൻ അദല്ലു, ഏറ്റവും വഴികെട്ടവൻ ആരുണ്ട് എന്ന അള്ളാഹുവിന്റെ ചോദ്യമുണ്ടല്ലോ, ആ ചോദ്യത്തിന്റെ ഇരകളായി, ആ ചോദ്യത്തിന്റെ ജീവിച്ചിരിക്കുന്ന മാതൃകകളായി ഈ ആളുകളെ, ഈ പാമരന്മാരെ, ഈ മുസ്ലിയാക്കന്മാർ അവർ സംവാദങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും വയലുകളിലൂടെയും അവർ ഈ സമൂഹത്തെ നയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സാധാരണക്കാരനായ മുജാഹിദുകൾ കൊപ്പത്ത് വെച്ച് അവിടെ തയ്യസമ്മിന്റെയും KNM-ന്റെയും പ്രവർത്തകന്മാർ അവരിതാ ലോകം സാക്ഷിയാക്കി ഒരു കരാർ എഴുതിയിരിക്കുന്നു. ഇസ്തിഹാസ അള്ളാഹുവിനോടെ ചെയ്യാൻ പാടുള്ളൂ, ദുആ അള്ളാഹുവിനോടെ ചെയ്യാൻ പാടുള്ളൂ എന്ന് അവരിതാ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് മുജാഹിദുകളെ സംബന്ധിച്ച് അഭിമാനകരമായ നിമിഷമാണ്. ഏതെല്ലാം മുസ്ലിയാക്കന്മാർ വന്നാലും, ഏത് അഹ്സനി വന്നാലും, ഏത് അൽ അഹ്സനി വന്നാലും, ഏത് നിസാമി വന്നാലും, ഏത് സഖാഫി വന്നാലും, ഏത് ബാഖവി വന്നാലും, ഏത് ഫൈസി വന്നാലും, 4 സാധാരണക്കാരനായ മുജാഹിദ് അവന്റെ മുമ്പിൽ വെച്ചെഴുതും. സംവദിക്കാനുള്ള തന്റെ ആദർശം എഴുതും. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം, ഇസ്തിഹാസ അള്ളാഹുവിനോട് മാത്രം. മരണപ്പെട്ടവരോട് അത് ചെയ്താൽ ശിർക്കാണ് എന്ന് 4 സാധാരണക്കാരായ മുജാഹിദുകൾക്ക് എഴുതാൻ പറ്റുന്നു എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അഅറാഫിൽ പറഞ്ഞ ഒരു കാര്യം ഈ സമസ്തക്കാരുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നല്ലതാണ്. അല്ലാഹു പറയുന്നു, ഹത്താ ഇദാ ജാഅത്ഹും റുസുലുനാ യതവഫൗനഹും, അവരെ മരിപ്പിക്കുന്നതിനു വേണ്ടി നമ്മുടെ മലക്കുകൾ എത്തുന്ന സമയം,
മനുഷ്യന്റെ റൂഹ് ഏറ്റെടുക്കാൻ അള്ളാഹുവിന് പുറമെ ഔലിയാക്കന്മാരെ വിളിച്ച് തേടിയ ആളുകൾ അവരുടെ റൂഹ് പിടിക്കാൻ മലക്കുകൾ എത്തുന്ന സമയം ഖാലു, ആ മലക്കുകൾ പറയും, ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാ, എവിടെ അള്ളാഹുവിന് പുറമെ നീ വിളിച്ച് തേടിയവനൊക്കെ എവിടെ എന്ന് റൂഹ് പിടിക്കുന്ന മലക്കുൽ മൗത്ത് അവനോട് പരിഹസിച്ചുകൊണ്ട് ചോദിക്കും. ആരോടാ ചോദിക്കുന്നത്? മുജാഹിദിനോടല്ല. കാരണം എന്താ? മുജാഹിദ് ഇന്ന് വരെ അല്ലാഹുവല്ലാത്ത ഒരാളെ വിളിച്ച് തേടിയിട്ടില്ല. അല്ലാഹുവല്ലാത്ത ഒരാളോട് ഇസ്തിഗാസ നടത്താമെന്ന് പറഞ്ഞിട്ടില്ല, ഇസ്തിഗാസ നടത്തിയിട്ടില്ല. അല്ലാഹ് ആ ചോദ്യം ആരോടാ? ഈ ഭൂമിയിൽ അല്ലാഹുവിന് പുറമെ ഇസ്തിഗാസ എന്ന ഓമന പേരിട്ടിട്ടാകട്ടെ, ഇസ്തിആനത്ത് എന്ന ഓമന പേരിട്ടിട്ടാകട്ടെ, ഇനി ഇസ്തിആദത്ത് എന്ന ഓമന പേരിട്ടിട്ടാകട്ടെ, ദുആ എന്ന് പരസ്യമായി പറഞ്ഞിട്ടാകട്ടെ, ഏതവസ്ഥയിലും അല്ലാഹുവിന് പുറമെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് തേടിയ ആളുകളോട് മലക്കുകൾ ചോദിക്കും, ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാ, എവിടെടാ അല്ലാഹുവിന് പുറമെ നീയൊക്കെ വിളിച്ച് തേടിയവർ എവിടെടാ എന്ന് ചോദിക്കും. സമസ്തക്കാരാലോചിക്കുക, നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളെ പഠിപ്പിച്ചത് തേടാൻ തെളിവുണ്ട് എന്നാണ്. ഈ കൊപ്പം സംവാദത്തിൽ വരെ അവരെഴുതി തേടൽ അനവദനീയമാണ് എന്ന്. അവരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ തേടിയാൽ മലക്കുകൾ നിങ്ങളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് ചോദിക്കും, ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാ, എവിടെ കൊപ്പത്താവിലെ എവിടെടാ, എവിടെയാ CM മടവൂര്, എവിടെയാ മുനമ്പത്ത് ബീബി എന്ന് നിങ്ങളോട് ചോദിക്കും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖാലു, ആ സമയത്ത് അവർ പറയും, ലല്ലു അന്നാ വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. അവിടെ ഇതാ ആ ആളുകൾ പറയുകയാണ്, പടച്ചവന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് തേടിയ ആളുകൾ, തേടാമെന്ന് വിചാരിച്ചവർ, തേടിയാൽ ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവർ, തേടുന്നത് ശിർക്കല്ല എന്ന് വിശ്വസിച്ചവർ, അവരെല്ലാം അവിടെ നിന്ന് പറയേണ്ടി വരും. എന്ത് പറയും? ലല്ലു അന്നാ, ഞങ്ങൾ പഴച്ചു പോയിരിക്കുന്നു, വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. മരിപ്പിക്കുമ്പോ അല്ലാഹു അവരോട് ഷഹാദത്ത് ചെയ്യിപ്പിക്കും. എന്ത് ഷഹാദത്ത്? ഞങ്ങൾ കാഫിറുകളാണ്, ഞങ്ങൾ സത്യനിഷേധികളാണ്, അക്കൂട്ടത്തിൽ ഞങ്ങൾ പെട്ടുപോയി എന്ന് സ്വന്തത്തെ പറ്റി സാക്ഷീകരിച്ചിട്ടാണ് അവന്റെ റൂഹ് പിടിക്കപ്പെടുകയുള്ളൂ, അവന്റെ പ്രാണൻ പിരിയുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. ഈ ഗതികേടിൽ നിന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളെ സംരക്ഷിക്കുവാനാണ് മുജാഹിദ് പ്രസ്ഥാനം അല്ലാഹുവിനോടേ തേടാവൂ എന്ന് പഠിപ്പിച്ചത്. ആ ആശയമാണ്, ആ ആദർശമാണ് കൊപ്പത്തെ സാധാരണക്കാരായ മുജാഹിദ് പ്രവർത്തകർ ഏറ്റെടുത്തിട്ട് മുസ്ലിയാക്കന്മാരുമായിട്ട് അവർ കരാർ എഴുതിയത്. നിങ്ങൾ മനസ്സിലാക്കുക, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം പിന്തുടർന്നതിന്റെ പേരിൽ, അല്ലാഹനെ മാത്രം വിളിച്ചതിന്റെ പേരിൽ, അല്ലാഹ് മാത്രം ദുആ ചെയ്തതിന്റെ പേരിൽ, അല്ലാഹ് മാത്രം ഇസ്തിഗാസ നടത്തിയതിന്റെ പേരിൽ, അല്ലാഹ് മാത്രം ഇസ്തിആനത്ത് നടത്തിയതിന്റെ പേരിൽ, അല്ലാഹ് മാത്രം പ്രാർത്ഥിച്ചതിന്റെ പേരിൽ, ഐനമാ കുൻതും തദഊന മിൻ ദൂനില്ലാ, എവിടെടാ പടച്ചവന് പുറമെ നീ വിളിച്ച് തേടിയവനൊക്കെ എവിടെ എന്ന മലക്കുകളുടെ ചോദ്യം കേട്ട് മരിക്കേണ്ട ഗതികേട് മുജാഹിദുകൾക്കില്ല. അവരല്ലാത്ത എല്ലാവർക്കും ആ ഗതികേടുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ ഗതികേടിൽ നിന്ന് അവരെ സംരക്ഷിക്കുവാനാണ് ഇസ്ലാഹി പ്രസ്ഥാനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സംവാദമായിരുന്നു ഇവിടെ നടക്കേണ്ടിയിരുന്നത്. പക്ഷേ സമസ്തക്കാരായ ആളുകൾക്ക് ഭയമായി. അതിൽ സംഘടന ഇടപെട്ട് ആ മുസ്ലിയാക്കന്മാരെ, AP വിഭാഗം മുസ്ലിയാക്കന്മാർ എഴുതിയ കരാറിൽ നിന്ന് എന്തൊക്കെയോ കുതന്ത്രം പറഞ്ഞ് എവിടെയൊക്കെയോ ഏതോ മുജാഹിദ് പ്രവർത്തകൻ അവന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അവൻ പോസ്റ്റ് ഇട്ടപ്പോ സുന്നി മുജാഹിദ് എന്നതിന് പകരം മുജാഹിദ് സമസ്താൻ എഴുതി. അതുകൊണ്ട് നിങ്ങളേറ്റ് ഞങ്ങൾ സംവാദത്തിനില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോവുകയാണ്. കാരണം എന്താ? അവിടെ ആയത്തോതും അവിടെ ഹദീസ് പറയും, അള്ളാഹിനോടെ തേടാവൂ എന്ന് സമർത്ഥിക്കും. അപ്പുറത്തെ കക്ഷിക്കോ അള്ളാഹുവിന്റെ ആയത്തുകളെ ദുർവ്യാഖ്യാനിച്ച്, ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ച്, ഇമാമീങ്ങളുടെ പേരിൽ അവരുദ്ദേശിക്കാത്ത കളവുകൾ ആരോപിച്ച് അവരെങ്ങനെ ആ ശിർക്ക് സ്ഥാപിക്കേണ്ട ഗതികേട് അവർക്കുണ്ടാകും എന്നവർക്കറിയാം. അതുകൊണ്ട് അവർ വന്നില്ല. തൗഹീദ് പറയാനുള്ള അവസരമാണ് എന്ന് മുജാഹിദുകൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ പണ്ഡിതന്മാർ
രാവിലെ 10 മണിക്ക് മുമ്പ് കൊപ്പത്ത ഓഡിറ്റോറിയത്തിൽ വന്നു എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ.